ഈ മനുഷ്യന്റെ പക്കൽ 12,000 കോടി രൂപയുടെ കള്ളനോട്ടുകളുടെ ശേഖരമുണ്ടായിരുന്നു. എന്നാൽ അത്ഭുതകരമായ കാര്യം, ഇയാൾക്കതിൽ നിന്ന് ഒരൊറ്റ രൂപ പോലും ചിലവഴിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ്. കാരണം വിപണിയിൽ വന്നൊരു പുതിയ യന്ത്രം കള്ളനോട്ടുകളെ വളരെ എളുപ്പത്തിൽ പിടികൂടുമായിരുന്നു. യഥാർത്ഥത്തിൽ ഈ മനുഷ്യനായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കള്ളനോട്ടുകൾ അച്ചടിച്ചിരുന്നത്. ഇയാൾ ദിവസവും 1 കോടി രൂപയുടെ കള്ളനോട്ടുകൾ അച്ചടിക്കുമായിരുന്നു. എന്നാൽ ഈ പുതിയ യന്ത്രം കാരണം ഇയാൾ നിർമ്മിച്ച 60 ടൺ കള്ളനോട്ടുകൾ ഒറ്റയടിക്ക് പാഴായി പോകുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് ഇയാൾക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് ഇയാളുടെ ഒരു സഹായി, ഒരു പ്രാദേശിക കരകൗശല വിദഗ്ധൻ നിർമ്മിച്ച ചില പുതിയ കള്ളനോട്ടുകൾ കാണിക്കുന്നത്. ഏറ്റവും അത്ഭുതകരമായ കാര്യം, ഈ നോട്ടുകൾ യന്ത്രപരിശോധനയിൽ എളുപ്പത്തിൽ വിജയിച്ചു എന്നതാണ്. ഇത് കണ്ടപ്പോൾ ഇയാൾ ഞെട്ടിപ്പോയി. കള്ളനോട്ടുകൾ നിർമ്മിക്കാൻ ലോകത്തിലെ ഏറ്റവും വില കൂടിയ സാങ്കേതികവിദ്യ ഇയാളുടെ പക്കലുണ്ടായിരുന്നു. പക്ഷേ ഒരു സാധാരണക്കാരൻ ഇതിനേക്കാൾ മികച്ച കള്ളനോട്ടുകൾ അച്ചടിക്കുന്നു. ഇയാൾ ഉടൻ തന്നെ ആ കരകൗശല വിദഗ്ധനെ പിടിച്ചുകൊണ്ടുവരുന്നു. സണ്ണി എന്നായിരുന്നു അവന്റെ പേര്. അവൻ മുൻപ് വളരെ കഴിവുള്ളൊരു ചിത്രകാരനായിരുന്നു. അവന്റെ കല അത്രയ്ക്ക് അവിശ്വസനീയമായിരുന്നു. യഥാർത്ഥവും കള്ളിയും തമ്മിൽ വേർതിരിച്ചറിയാൻ വളരെ പ്രയാസമായിരുന്നു. എന്നാൽ ഒരു ദിവസം ദാരിദ്ര്യം കാരണം അവന്റെ കാമുകി അവനെ ഉപേക്ഷിച്ചു പോകുന്നു. അന്നുമുതൽ സണ്ണി പെയിന്റിംഗ് ഉപേക്ഷിച്ച് പകരം യഥാർത്ഥ നോട്ടിന് സമാനമായ കള്ളനോട്ടുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യയിലെ നോട്ടുകൾ വളരെ അഡ്വാൻസ്ഡ് ടെക്നോളജി ടെക്നിക്കുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. നോട്ടിന്റെ മൈക്രോ ടെക്സ്റ്റുകളും പാറ്റേണുകളും കൃത്യമായി പകർത്തിയെടുക്കുക എന്നതായിരുന്നു ഏറ്റവും പ്രയാസകരമായ ജോലി. ഡിജിറ്റൽ പ്രിന്ററുകൾക്ക് അവ ശരിയായി നിർമ്മിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അവയിൽ ചെറിയ പൊട്ടിയ പാറ്റേണുകൾ വരുമായിരുന്നു. ഇവിടെയാണ് സണ്ണിയുടെ കൈയുടെ കരവിരുത് സഹായകമായത്. അവൻ മൈക്രോസ്കോപ്പിലൂടെ ഓരോ ഭാഗവും സൂക്ഷ്മമായി നിരീക്ഷിച്ച് അത് അതേപടി കൈകൊണ്ട് നിർമ്മിച്ചു. എന്നിട്ട് ആ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് അവനൊരു തികഞ്ഞ മാസ്റ്റർ ഷീറ്റ് തയ്യാറാക്കി. അതിനുശേഷം ഈ ഷീറ്റിൽ നിരവധി മെച്ചപ്പെടുത്തലുകൾ വരുത്തി. ആദ്യം ഇതിൽ പുതിയ പാളികൾ ചേർത്തു. പിന്നീട് ഇതിന് കോട്ടിങ്ങും ഹീറ്റിങ്ങും നൽകി. എന്നാൽ പ്രിന്റിംഗിന്റെ സമയത്ത് മറ്റൊരു പ്രശ്നം വന്നു. പഴയ യന്ത്രത്തിന് ഒരു സമയം ഒരു നിറം മാത്രമേ അച്ചടിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. യഥാർത്ഥ നോട്ടിൽ 4 വ്യത്യസ്ത നിറങ്ങളുണ്ടായിരുന്നു. അപ്പോൾ സണ്ണിയുടെ കുട്ടിക്കാലം മുതൽ പ്രിന്റിംഗ് പ്രസ്സിൽ ജോലി ചെയ്തിരുന്ന സുഹൃത്ത് ഫിറോസ് സഹായത്തിനായി മുന്നോട്ട് വന്നു. അവൻ 4 നിറങ്ങളും ഓരോന്നായി പ്രിന്റ് ചെയ്യുകയും തുടർന്ന് അതിൽ തിളക്കമുള്ള സുരക്ഷാ സ്ട്രിപ്പ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പക്ഷേ സണ്ണിക്ക് ഈ നോട്ടുകൾ അല്പം കൂടുതൽ പുതിയതായി തോന്നി. അവയെ യഥാർത്ഥ നോട്ടുകൾ പോലെ പഴയതായി കാണിക്കാൻ വേണ്ടി അവൻ നോട്ടുകൾ ചായയിൽ മുക്കി. എന്നിട്ട് അവൻ അവ ഉണക്കി. ഇപ്പോൾ ഈ നോട്ടുകൾ ശരിക്കും യഥാർത്ഥ നോട്ടുകൾ പോലെ കാണപ്പെട്ടു. ഇനി ഈ നോട്ടുകൾ പരീക്ഷിക്കുന്നതിനായി അവർ ഒരു മദ്യശാലയിൽ പോകുന്നു. കടയുടമ നോട്ട് എടുക്കുന്നു. നോട്ട് കൈകൊണ്ട് സ്പർശിച്ച ഉടൻ തന്നെ അത് കള്ളനോട്ടാണെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയോ അവർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. വീട്ടിലെത്തിയ ശേഷം സണ്ണി ചിന്തിക്കാൻ തുടങ്ങി, ഇത്രയധികം പ്രയത്നിച്ചുണ്ടാക്കിയ നോട്ടുകൾ എങ്ങനെയാണ് പിടിക്കപ്പെട്ടത് എന്ന്. അപ്പോഴാണ് അവൻ മറ്റൊരു പരീക്ഷണം നടത്തുന്നത്. അവൻ തന്റെ സുഹൃത്തിനോട് കണ്ണുകളടച്ച് യഥാർത്ഥ നോട്ടിൽ നിന്നും കള്ളനോട്ട് തിരിച്ചറിയാൻ ആവശ്യപ്പെടുന്നു. അവന്റെ സുഹൃത്ത് കൈകൊണ്ട് സ്പർശിച്ച ഉടൻ തന്നെ കള്ളനോട്ട് തിരിച്ചറിയുന്നു. അപ്പോൾ സണ്ണിക്ക് മനസ്സിലായി എല്ലാ പ്രശ്നവും നോട്ടിന്റെ കടലാസിലാണെന്ന്.